എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പം നമ്മൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതേണ്ടേ നമ്മൾ ചിക്കൻ കറി വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് സവോളയും പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ഇടത്തര സവോള കനം കുറച്ചരിഞ്ഞതും ഒരു 3-4 പച്ചമുളകും കൂടിയാണ് ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള വഴന്ന് കിട്ടാനുള്ള ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് ചെറുതീയിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ നമ്മളുടെ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടില്ല, എന്നാൽ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 കഷ്ണം ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതൊരു 3/4 കിലോ ചിക്കൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത്. അതിലേക്കുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി പൊടികളാണ് എടുക്കുന്നത്. പൊടികൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ എല്ലാം പച്ചമണം മാറുന്നവരെ ആ സവോളയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.25 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റും മണവുമാണേ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മിസ്സായിപ്പോയതാണ്. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുരുമുളക് പൊടി കറുത്തതായതുകൊണ്ടാണ് നമ്മുടെ മസാല കുറച്ചൊരു കറുപ്പായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഈ പ്രാവശ്യം മാളിപ്പപ്പം കിട്ടിയ കുരുമുളക് പൊടി കറുത്തതായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കറിയുടെ മസാല ഇങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം അതെല്ലാം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് ഞാൻ ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചൊന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട്. ഒരു 3/4 തവിയോളം എടുക്കുന്നുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് ചൂടാറാനായിട്ട് നമുക്ക് വെക്കാം. അതിനുശേഷം നമ്മളുടെ ഈ മൂത്ത് വന്നിരിക്കുന്ന നമ്മുടെ സവോളയിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലൊരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ചിക്കനകത്ത് വെള്ളം ഉണ്ടായി സമയത്ത് ഇറങ്ങും. ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വരണ്ട് പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചാറ് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചാറിന് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ ഇതിനകത്ത് കിടന്ന് വേവുകയും വേണം. അതിനാവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റ് പറ്റി വരുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടിത് നമ്മുടെ കറി വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ, അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരികയും ചെയ്യും. നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മുടെ സവോളയും തക്കാളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നമ്മളത് അരച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ഒരു കറിയാണ്. അപ്പം ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി, ഉപ്പ് കുറവുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് മൂടി വെച്ച് കറി ഒന്ന് കുറുകി വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം.
അതിനായിട്ട് വേണ്ട ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി പറ്റിയതിന് ശേഷം കാണാം നമ്മളുടെ കറി എങ്ങനെയായിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം വേണ്ട നമ്മുടെ അടിപൊളി കറി ഇവിടെ പറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.